ഹായ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ രാവിലെ എണീച്ച പാടെ ഞാനാണെങ്കിൽ ജസ്റ്റ് ടെറസിൻ്റെ മുകളിൽ വന്ന് വെയിൽ കൊള്ളാനായിട്ടായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം കുടിച്ചുകൊണ്ടാണ് കേട്ടോ വെയിൽ കൊള്ളുന്നത്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ. അപ്പോൾ എന്തിനാ വെയിൽ കൊള്ളുന്നതെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ പണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഒത്തിരി സഫർ ചെയ്തായിരുന്നു. കുറേ എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ കുറച്ച് നാൾ വീട്ടിൽ റെസ്റ്റ് എടുത്തു. ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഡിപ്രഷനും ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ കൊള്ളാറുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നേ. ആ ജോലികളൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീട്രൂട്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ കൊണ്ടുവന്ന ഒരു ഡെയറി മിൽക്കിൻ്റെ ചോക്ലേറ്റിൻ്റെ പകുതി ഉണ്ടായിരുന്നു കേട്ടോ. പകുതി ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതും കൂടി കഴിച്ചു കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ തോരന് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കറിയൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. കുറച്ച് കുക്കിംഗ് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ അടുത്തതായിട്ട് കാണുന്നത്. പിന്നെ ഏതാ ഈ വെളുത്തുള്ളി ഇങ്ങനെ തോല് വെളുക്കുമ്പോൾ ഒരു വലിയൊരു വെളുത്തുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ 2 ദിവസം മുന്നേ കൊണ്ടുവന്ന മീനുണ്ടായിരുന്നു. അത് മുറിച്ച് ക്ലീൻ ചെയ്തിട്ട് അതും അങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുതിര രസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഒരു അവധി ദിവസത്തെ ഒരു ഡേ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ ഓരോ പണി ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യൂ കേട്ടോ. പിന്നെ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുണ്ടാവും, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ ഞാൻ മീനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതിര രസമായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുക്കിങ്ങൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയി. എന്നിട്ട് ഞാൻ ഈ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കൊണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ മീൻ വറുത്തത് കൊളായി എന്ന് പറയാലോ. സത്യം പറഞ്ഞാൽ ഇത് മീൻ വറുത്തത് ഒട്ടും ഇതായിട്ടില്ല കേട്ടോ. അതിൻ്റെ മസാല ഒക്കെ പറ്റിയിട്ട് എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ബീട്രൂട്ട് തോരനും ചോറും കറിയും പിന്നെ ഈ മീൻ പൊരിച്ചതും കൂട്ടി കഴിച്ചു കൂട്ടാം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കടയിൽ പോയിട്ട് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് 2 ഫ്ലേവർ ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ, സ്ട്രോബെറിയും പിന്നെ വാനിലയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പിന്നെയും കടയിൽ പോയിട്ട് വൈകുന്നേരം കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രൂ കോഫിയുടെ പൊടി കൊണ്ടുവരാനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് നടക്കാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ നടന്നിട്ട് നേരെ അതങ്ങ് പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് കാണണ്ടേ. അപ്പോൾ 2 പാക്കറ്റ് ബ്രൂ കോഫിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 കിലോ മിക്സ്ചറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്ക് കഴിക്കാനായിട്ട്. എന്നിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ചായക്കല്ല കേട്ടോ കോഫിക്ക്. അപ്പോൾ ഞാൻ നേരെ വന്നിട്ട് കോഫിയും പിന്നെ മിക്സ്ചറും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.